എറണാകുളം വടക്കൻ പറവൂർ മൂത്തകുന്നത്ത് ദേശീയപാത നിർമ്മാണത്തോടെ വെള്ളം കയറി ദുരിതത്തിലായി 16 കുടുംബങ്ങൾ. കാനയും തോടും അടച്ചതോടെ വീടുകളിൽ വെള്ളം കയറുകയായിരുന്നു. രോഗികളെ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത് മതിലിൽ നിന്ന് എടുത്തുയർത്തിയാണ്. ആൻമരിയ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, ഈ പ്രശ്നം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായുള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഈ മൂത്തകുന്ന് പ്രദേശത്ത് എന്താണ് സാഹചര്യം? എന്താണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത്? ആൻമരിയ. ശ്രീജിത്ത്, വളരെയധികം ദുരിതമാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ കാണുന്ന കാഴ്ച. നടക്കാൻ പോലും ഒരു വഴിയില്ലാത്ത രീതിയിൽ 16 കുടുംബങ്ങൾ അങ്ങനെ ദുരിതത്തിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മഴയും കൂടെ ശക്തമായപ്പോൾ ഈ പ്രദേശത്തേക്ക് വെള്ളം പോലും പോകാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരമായപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്പം ഒന്ന് മഴ തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് താന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ കാഴ്ച. ഈ വെള്ളം വീടിനുള്ളിലേക്കെല്ലാം കയറി അവർ കുടിക്കുന്ന വെള്ളത്തിൽ വരെ ഈ പലതരത്തിലുള്ള വെള്ളമാണ്. അതെല്ലാം കൂടെ കലർന്ന് കുടിക്കാൻ പോലും കഴിയത്തില്ലാത്ത അവസ്ഥയിലാണ്. ആദ്യം ഈ റോഡ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു വഴി അവർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ നിലവിലുണ്ടായിരുന്ന ആ സർവീസ് റോഡും പൂർണ്ണമായിട്ട് അടച്ചുകൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് അല്പം ഒന്നുപോലും ഒരു ചെറിയ അകലം പോലും ഇടാത്ത രീതിയിലാണ് ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇവർ ഹൈക്കോടതി വരെ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഇടപെട്ടതിന് ശേഷം ചെറിയൊരു വഴി അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ഒരു ചെറിയ സൈക്കിൾ പോലും പോകാൻ കഴിയാത്ത രീതിയിലാണ്. ഈ രോഗികൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രോഗികളെയൊക്കെ ഇവർ തന്നെ പറയുന്നത്, ആ രോഗികൾ ഒരു തവണ ഒരു ചേട്ടൻ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെ അവർ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മതിലിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പോലും ആണ് ഇവർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അത്രയധികം ദുരിതത്തിലായിട്ടാണ് ഇവർക്ക്. പലതവണ അവർ പരാതിപ്പെട്ടു, പല ഭാഗങ്ങളിലേക്ക് അവർ പരാതിപ്പെട്ടു. പക്ഷേ ആദ്യം ഇവർക്ക് കൊടുത്തിരുന്ന ആ വാഗ്ദാനങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, വളരെയധികം ദുരിതത്തിലാണല്ലോ. തീർച്ചയായിട്ടും വികസനം, ദേശീയപാത വികസനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നതും ഞങ്ങൾ കാത്തിരുന്നവരുമാണ്. പക്ഷേ ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദുരിതം വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം ഒരു 16 വീട്ടുകാർക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി അടഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും, അതായത് ദേശീയപാത അക്വിസിഷനുമായിട്ട് ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരു സർവീസ് റോഡ്, നല്ല വീതിയുള്ള ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു. എല്ലാ വാഹനങ്ങളും കയറാൻ സാധിച്ചിരുന്ന ഒരു വഴി ഉണ്ടായിരുന്ന ഒരു ആളുകളാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ടർമാർ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും, വളരെ ഞെരുങ്ങിയ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടി എന്തായാലും 2 പേർക്ക് കഷ്ടിച്ച് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വഴിയിലൂടെയാണ് ഞങ്ങളിവിടെ കയറുന്നത്. അപ്പോൾ സർവീസ് റോഡിനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രധാനമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ വെള്ളക്കെട്ട്, നമുക്കറിയാം കേരളത്തിൽ എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വഴിയുമില്ല, കുടിവെള്ളമില്ല. ഇപ്പോൾ വെള്ളക്കെട്ടിൽ ഫുള്ള് വീട്ടിലേക്ക് അകത്ത് വെള്ളം കയറുന്നു. അടുത്തുള്ള പല വീടുകളിൽ നിന്നും മക്കളുടെ വീട്ടിലേക്കൊക്കെ മാറി താമസിക്കുന്നു. വളരെയധികം പ്രായമുള്ള ആളുകൾ, രോഗമുള്ള ആളുകൾ, പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ വളരെയധികം പേര് ഞങ്ങളുടെ ഈ ഭാഗത്തുണ്ട്. എല്ലാവരും ജോലിക്ക് പോയിരിക്കുകയൊക്കെയാണ്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികളോട് പല പ്രാവശ്യം പരാതിപ്പെട്ടെങ്കിലും അവർ തരാമെന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, ഇത് തന്നെയാണ് ഇവർ പറഞ്ഞതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആദ്യം നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇല്ലാതെ ഈ രീതിയിൽ ഒരു ദേശീയപാത വികസനം വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ആ സന്തോഷം എന്ന് പറയുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ദുരിതത്തിലേക്കാകരുത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. റിജിത്ത്. ശരി, ആൻമരിയ സണ്ണിയാണ് വടക്കൻ പറവൂർ മൂത്തകുന്നത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രതികരണങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അവിടെ ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കാനയും തോടും അടച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട്. അതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്.